കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് റിട്ടയർഡ് ഉത്തരമേഖല ജയിൽ DIG ശിവദാസ് K തൈപ്പറമ്പിലാണ്. ഒറ്റക്കയ്യനായ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയതിൻ്റെ ഞെട്ടലിൽ നിന്നും കേരളം ഇതുവരെ മോചിതമായിട്ടില്ല. ഗോവിന്ദസ്വാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തുമ്പോൾ അവിടെ സൂപ്രണ്ടായിരുന്നു ശിവദാസ് K തൈപ്പറമ്പ്. ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്ന് കേട്ടപ്പോൾ അത്ഭുതം തോന്നിയില്ല. ഗോവിന്ദസ്വാമി ജയിൽ ചാടും. ഒരു കൈ ഇല്ല എന്ന് പറയുന്നതൊന്നും ഗോവിന്ദസ്വാമിയെ സംബന്ധിച്ച് ഒരു കുറവല്ല. രണ്ട് കൈ ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഗോവിന്ദസ്വാമി. ഒരു പശ്ചാത്താപവും ഇല്ലാതെ എന്നെ ഒരു കുറ്റത്തിന് ശിക്ഷിച്ചിരിക്കുകയാണ്, തൂക്കിക്കൊല്ലാൻ ഡെത്ത് സെൻറ്റൻസ് അവാർഡ് ചെയ്ത് വന്നതാണ്. യാതൊരു സങ്കോചവും ഇല്ലാതെ വന്നയാളാണ്. മദ്യവും മയക്കുമരുന്നും അടക്കം ജയിലിൽ എത്തുന്നുണ്ട്. അതിനു പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ പിന്തുണ വേണമെന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അല്ല, അത് ഉള്ളിൽ നിന്നുള്ളവരുടെ പിന്തുണയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഈ ഗോവിന്ദസ്വാമിയുടെ തന്നെ പറഞ്ഞത്, ജയിലിൽ നിന്ന് തന്നെ ആരുടെയെങ്കിലും സഹായം ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല, ഒരു മനുഷ്യൻ്റെയും സഹായം ആവശ്യമില്ല ഗോവിന്ദസ്വാമിയെ സംബന്ധിച്ച്. അല്ല, ജയിലിൽ ഈ നിരോധിത ഉൽപ്പന്നങ്ങൾ തടവുകാരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നത് ജയിൽ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടു കൊടുത്തിട്ടോ ഒന്നുമല്ല. മദ്യക്കുപ്പി എറിഞ്ഞ മതിലിന് മേളിൽ കൂടെ അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട സംഗതികളുണ്ട്. അത് പിടിക്കപ്പെടുന്നുമുണ്ട്, പിടിക്കപ്പെടാത്തതും ഉണ്ടാകും. സ്കൂളിൽ പോയി എന്ന് പറയുന്ന അത്രയും ലാഘവത്തോടു കൂടി അല്ല, ജയിലിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം ഭയം അല്ലെങ്കിൽ ഒരു വികാരമാണ് ഉണ്ടാകുന്നത്. അതിന്നില്ല. പഴയ കാലമല്ല, പഴയ ജയിലുമല്ല. ഈ കൺവെൻഷനലായിട്ടുള്ള പരിശോധന എന്നൊക്കെ പറയുന്നത് ഇന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. അതായത് ദേഹപരിശോധന ഏത് തരത്തിൽ നടത്തിയാലും ആക്ഷേപങ്ങളാണ്. ഇനിയും ഗോവിന്ദസ്വാമിമാർ ഉണ്ടാകും, ജയിൽ ചാട്ടങ്ങളും ഉണ്ടാകും. ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയും ഉണ്ടാകും. ഈ കാര്യങ്ങളിലൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് റിട്ടയർഡ് ഉത്തരമേഖല ജയിൽ DIG ശിവദാസ് K തൈപ്പറമ്പിൽ. ശിവദാസ് K തൈപ്പറമ്പിലുമായുള്ള കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.